ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ മധുസൂദൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ മധുസൂദൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരാളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു. എല്ലാവരെയും വെറുപ്പിച്ച് ജീവിച്ച ഒരാളാണ്. അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മകളോടായിരുന്നു. ലാസ്റ്റ് മകള് ഒരാൾക്കൊപ്പം ഇറങ്ങിപ്പോയെന്ന് കരുതി മകളുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സും അവസാനിപ്പിച്ച് അദ്ദേഹം വീട്ടിലിരുന്നു. ലാസ്റ്റ് ഉണ്ടല്ലോ എന്താ സംഭവിച്ചത്? ആരുമില്ലാതെ ആരും നോക്കാനില്ലാതെ അയാൾ വെറുതെ എന്താ പറയുക, എവിടെയൊക്കെയോ കിടന്ന് ജീവിതം അവസാനിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതാ പറയുന്നത്, നമ്മൾ വാശിയും വൈരാഗ്യവും ഒക്കെ ആയിട്ട് വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? അങ്ങേരെ പോലെ ആയി പോകും. ഒരിക്കലും വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. നമ്മളൊക്കെ എല്ലാവരും മണ്ണിൽ അലിഞ്ഞ് തീരാനുള്ളതാ, പുഴു അരിച്ച് തിന്നാനുള്ളതാ. എന്തിനാ വെറുതെ വാശിയും വൈരാഗ്യവും എന്നൊക്കെ? ഇതൊക്കെ കേട്ടതും നമ്മുടെ മധുസൂദനന്റെ മനസ്സിനൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മകളോട് വാശിയും വൈരാഗ്യവും, മകളുടെ കുടുംബത്തിനോട് വാശിയും വൈരാഗ്യവും എല്ലാം ഈ പറയുന്ന മധുസൂദനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകളായിരിക്കാം ചിലവരുടെയൊക്കെ മനസ്സ് മാറ്റുന്നത്. അങ്ങനെ മധുസൂദനൻ അവട്ടം വെച്ച് ക്ലിയർ ആകാൻ തുടങ്ങുകയാണ് കേട്ടോ. അതായത് ഇനിയിപ്പം വാശിയും വൈരാഗ്യവും ഒന്നും മനസ്സ് വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. തൻ്റെ മകളെ സ്നേഹിക്കുക, മകളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ സ്നേഹിക്കുക, അതുമാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് അവിടെ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിയുണ്ട്, സുധിയുണ്ട്, ശ്രീകാന്തുണ്ട്, അതുപോലെ രവീന്ദ്രനുണ്ട്, ചന്ദ്രയുണ്ട്, അതിനോടൊപ്പം വർഷയും ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നു. രേവതി എന്തോ ദോശയോ എന്തോ സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ എടുത്ത് നിരത്തി വെച്ചിരിക്കുന്നു. എല്ലാവരും വന്ന് വലിയ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. വർഷയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ, ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെ വർഷേനെയാണ് അവിടെ മെയിനായിട്ട് എല്ലാവരും കാണുന്നത്. അങ്ങനെ മോളെ വർഷ ഇരിക്കൂ, മോളെ വർഷ കഴിക്കൂ എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷയ്ക്കാണെങ്കിൽ ഇതൊട്ട് പിടിക്കുന്നുമില്ല കേട്ടോ. പക്ഷെ പിടിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ വർഷയ്ക്ക്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സുധി കഴിക്കുന്ന പ്ലേറ്റിൽ മാത്രം മസാല ദോശ, ബാക്കി എല്ലാവർക്കും എന്താണ് പ്ലെയിൻ ദോശ കേട്ടോ. അപ്പം ഇത് കണ്ട ഉടനെ തന്നെ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താണ് നിനക്കിന്ന് സ്പെഷ്യൽ മസാല ദോശ? എന്തു പറ്റി? എന്താ ഇവന് മസാല ദോശ ഉണ്ടാക്കിയേക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുധി പറഞ്ഞു, അത് പിന്നെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ മസാല ദോശ എന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു, എൻ്റെ മോനെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാന്നേ, അവന് മസാല ദോശ തിന്നാനൊരാഗ്രഹം, അപ്പം ഞാനല്ലാതെ വേറെ ആരോ അവനുണ്ടാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ പിന്നെ പൊന്നാര മോനെ, ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് മടിയിലിരുത്തി കൊഞ്ചിച്ചിട്ട് കുറുക്കും കുറച്ച് സർലാക്കൊക്കെ അങ്ങ് മേടിച്ച് വാരി അങ്ങോട്ട് കൊടുക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നിനക്കേ കുശുമ്പും അസൂയാണ്ടാ? അതെ, എൻ്റെ മോൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോയി കഷ്ടപ്പെട്ട് വന്നിട്ടാണ് എൻ്റെ മോന് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ വേറെ ആരും ഇവിടെ കഷ്ടപ്പെടാനല്ലല്ലോ പോകുന്നത്, വേറെ എല്ലാവരും ഇവിടെ സുഖിക്കാനാണ് പോകുന്നത് അച്ഛാ. രാവിലെ ഞാൻ ചെല്ലും, അങ്ങനെ ടാക്സി സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ അവിടെ കയറിയിട്ടുണ്ടല്ലോ, വലിയൊരു കട്ടിലും വലിയൊരു കസേരയുണ്ട്, അതിൻ്റെ പേരാണ് സപ്രപഞ്ച കട്ടിൽ, അതിൽ കയറി അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും വരുന്നതും പോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. എന്തൊരു സുഖമാണല്ലേ അച്ഛാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചിരിച്ചു. അപ്പം രേവതി ഇത് എന്താ സച്ചേട്ടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ഈ ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കാനം വരിക. പ്രഗ്നൻ്റ് ആയൊരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണല്ലോ ഛർദ്ദിക്കാൻ വരല് അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുക എന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. വൊമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നേരെ അങ്ങ് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ഒരു കൈ കഴുകുന്ന വാഷ് ബേസിന് ഇരിക്കുന്ന അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, സിങ്കിരിക്കുന്ന അവിടെ പോയിട്ട് വൊമിറ്റ് ചെയ്യുകയാണ്. വൊമിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും അവിടെ ഉണ്ടല്ലോ, ബാക്കി ആർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വൃത്തിക്കാരൻ ശ്രുതിക്ക് ഈ ഛർദ്ദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ഛർദ്ദിക്കാൻ തോന്നി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലർക്ക് അങ്ങനെ നോക്കാനും കൂടെ ഛർദ്ദിക്കാൻ തോന്നും ഒരാൾ ഛർദ്ദിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ശ്രുതിയും അങ്ങോട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി ഇതിപ്പം എടാ സുധി നീ പ്രഗ്നൻ്റ് ആണോ എന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? അല്ല വർഷ എന്തിനാ ഇപ്പം ഇവിടെ ഛർദ്ദിച്ചത്? അവൾക്ക് വല്ല ബാത്റൂമിലോ അല്ലെങ്കിൽ പിന്നെ അവളുടെ റൂമിൻ്റെ ബാത്റൂമിലൊക്കെ പോയി ഛർദ്ദിച്ചാൽ പോരായിരുന്നോ? എല്ലാവരും ഇരിക്കുമ്പോൾ ഇങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓഹോ അത് കൊള്ളാം, അവൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ എന്ന് അവർക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് രേവതി പോയി പുറമൊക്കെ തിരുമ്മി കൊടുത്ത്
രേവതി കൊണ്ട് അവിടെ ഇരുത്തി നമ്മുടെ വർഷേനെ. എന്നിട്ട് പറഞ്ഞു, മോളെ പോട്ടെ, സാരമില്ല, ആഹാരം എന്തെങ്കിലും കഴിച്ചാൽ ശരിയാവില്ല, കഴിച്ചില്ലേ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആഹാരമൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ, അല്ല ശ്രീകാന്ത്, നീ എന്താ ഇവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അത് പിന്നെ ഇവള് ഹോസ്പിറ്റലിൽ വരാതെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം, നല്ലൊരു ഡോക്ടറിനെ വേണം കാണിക്കാനായിട്ട്, നല്ല ചെക്കപ്പും ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ്, ആരും അത് മറക്കരുത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിന് നൽകണമെന്ന്. ഇത് കേട്ടത് കലി വന്നിട്ട് ഇരിക്കാട്ടോ നമ്മുടെ വർഷയ്ക്ക്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോക്കാട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വർഷേനെ പീഡിച്ച് കയറ്റി നമ്മുടെ സച്ചിയും രേവതിയും കൂടെ കാറിനകത്ത് കയറ്റി, ഞാൻ വരുന്നില്ല എടുത്തി പിന്നെ പോക എടുത്തി എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ എന്ത് ചെയ്തു, കാറിനകത്തേക്ക് പിടിച്ചങ്ങ് കയറ്റിയിട്ട് ശ്രീകാന്തേ വാടാന്ന് പറഞ്ഞു. ശ്രീകാന്തും അപ്പോൾ ഒരുങ്ങി വന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടടിച്ച് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വർഷം അവിടെ കിടന്നങ്ങോട്ട് ഒരൊറ്റ കരച്ചില്ല. അയ്യോ അമ്മേ അയ്യോ എന്ന് പറഞ്ഞ് കരയുവോ, ഭയങ്കര നിലവിളി. അപ്പോഴത്തേക്കും ശ്രീകാന്ത്, എന്താടി നീ കാണിക്കുന്നത്? നീ ലേബർ റൂമിലേക്കല്ല പോകാൻ പോകുന്നത്, നീ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാനല്ലേ പോകുന്നത്, നീ എന്തിനാ ഇപ്പോഴേ കിടന്ന് കാറുന്നു, ഇപ്പോഴേ നീ അവിടെ ചെന്ന് പ്രസവിക്കാൻ പോവല്ലോ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ദയനീയമായിട്ട് സുധീനല്ലല്ലോ ശ്രീകാന്തിനെ, സച്ചിനെ, രേവതിനെ ഒന്ന് നോക്കി കേട്ടോ. പാവം നമ്മുടെ വർഷയുടെ പേടി കാരണം വർഷയ്ക്ക് ഇനിയിപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ പെട്ടൊരവസ്ഥയാണ്. അങ്ങനെ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രേവതിയും നമ്മുടെ വർഷയും കൂടിയാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ കയറുന്നത്. അങ്ങനെ ഡോക്ടറിനെ കാണാൻ കയറിയപ്പം ഡോക്ടർ ഓരോരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഒത്തിരി റെസ്റ്റ് ഒന്നും എടുക്കണ്ട, എങ്കിൽ പോലും തൂക്കി പിടിച്ചുകൊണ്ട് ബക്കറ്റിൽ വെള്ളം അങ്ങനെയൊന്നും എടുത്തോണ്ട് പോകാൻ പാടില്ല. അത്യാവശ്യം ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കണം. പിന്നെ കുറച്ച് കാൽസ്യം ഗുളിക, അങ്ങനെ എന്തൊക്കെയോ അയൺ ഗുളിക അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെയിലി ഓരോന്ന് വെച്ച് മുടങ്ങാതെ കഴിക്കണം. ആ അയൺ ഗുളികയൊക്കെ കുട്ടിക്ക് പ്രയോജനം ചെയ്യുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കും കുട്ടിക്കും പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പം ഇപ്പം ഈ അയൺ ഗുളിക കഴിക്കുക, അത് കഴിഞ്ഞ് ഫോളിക് ആസിഡോ എന്തൊക്കെയോ തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം വർഷം ആകെ പേടിച്ച് വരച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ ചോദിച്ചു, എന്താ കുട്ടി നീ പേടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താ പറ്റിയത് വർഷം, എന്താ ഇവിടെ ഒന്നും അല്ലേ, ഞാൻ നിന്നോടാ ഇതൊക്കെ പറയുന്നത് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അത് പിന്നെ ഡോക്ടറെ അവൾക്ക് ഭയങ്കര പേടിയാണ്, പ്രഗ്നൻ്റ് ആണെന്ന് കേട്ടതേ അവൾ സത്യമായിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, അവൾക്ക് പേടിയാണ് ഭയങ്കര എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്തിനാ പേടിക്കുന്നത്, ഇതൊരു അസുഖമൊന്നും അല്ലല്ലോ, ഈ പ്രഗ്നൻസി ആകുക എന്ന് പറയുന്നത് ഒരു അവസ്ഥ മാത്രം, അതൊരു അസുഖമായിട്ട് നിങ്ങൾ കാണരുത്, നീ ഒരു പേഷ്യൻ്റ് അല്ല, നീ ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണല്ലോ നിനക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത്, നിനക്ക് ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ് നീ, അതിൽ നീ അഭിമാനിക്കുകയല്ലേ മോളെ ചെയ്യേണ്ടത്. അത് ഓർത്തിട്ട് അതേ നോക്കിക്കേ, നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു കുട്ടി പിറക്കാൻ പോവുമല്ലേ, അപ്പോൾ അതോർത്ത് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. എത്ര അമ്മമാരാണെന്നറിയാമോ, എത്ര സ്ത്രീകളാണെന്നറിയാമോ അമ്മമാരാകാൻ ആഗ്രഹിച്ചിട്ട് എൻ്റെ മുമ്പിൽ തന്നെ വരുന്നത്. അപ്പം അതിനെയൊക്കെ അപേക്ഷിച്ചിടത്തോളം ഇതൊരു ഭാഗ്യം തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, സാരമില്ല ഡോക്ടറെ, ഞാൻ നോക്കിക്കോളാം, ഞാനിവളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ഇതുപോലൊരു ഏടത്തിനെ കിട്ടിയത് പക്ഷേ നിന്റെ ഭാഗ്യമാണ് കേട്ടോ, ഏതായാലും സൂക്ഷിച്ചും കണ്ടുമൊക്കെ എല്ലാം ചെയ്യുക, അറിയാമല്ലോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ, എന്നാൽ പിന്നെ പൊക്കോളൂ, ഇനിയിപ്പം 1 മാസം കഴിഞ്ഞ് വന്നാൽ മതി, പിന്നെ 2 മാസം കഴിഞ്ഞ് സ്കാനിങ് എങ്ങാണ്ടുണ്ട്, അത് കഴിഞ്ഞ് അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ നേരെ വിടുകയാണ്, പറഞ്ഞയക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയും ഭാമയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഭാമയുടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ സുധിയുടെ കാര്യം ചന്ദ്രയോട് ഭാമ എടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിടി ഇപ്പം കാര്യങ്ങളൊക്കെ, എങ്ങനെയുണ്ട് അവന് ഇപ്പം ഏലസ് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന്. അപ്പം ചന്ദ്ര പറഞ്ഞു, എൻ്റെ പൊന്നു ഭാമയെ, ഏലസ് കെട്ടിയതിന് ശേഷം പിന്നെ ഒന്നും പറയണ്ടായിരുന്നു, അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമായിരുന്നു, പിന്നെ ഞാൻ 2 കൂടെ പറിച്ച് ദൂരെ കളഞ്ഞപ്പോഴത്തേക്കുമാണ് എൻ്റെ മോൻ എന്നെ മനസ്സിലായതും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതും. അതുവരെ അവനുണ്ടല്ലോ എന്തോ ബാധ കയറിയ പോലെ ആയിരുന്നു. പിന്നെ ഇപ്പം അതൊക്കെ പോട്ടെ, ഇനിയിപ്പം എനിക്കൊരു സങ്കടം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എനിക്ക് സങ്കടമേ എൻ്റെ മോനല്ലായിരുന്നു കൂടി ആദ്യം അച്ഛനാകേണ്ടത്, മൂത്ത മോൻ എൻ്റെ മോനല്ലായിരുന്നോ? എന്നിട്ടിപ്പോൾ എന്താ പറ്റിയതെന്നറിയാമോ, ശ്രീകാന്ത് അച്ഛനാകാൻ പോവാ, അവന് വർഷയെ പ്രഗ്നൻ്റാന്ന്. വർഷ പ്രഗ്നൻ്റ് ആണോ? വർഷ പ്രഗ്നൻ്റാ. ഇനിയിപ്പം എന്തേ തള്ളയുണ്ടല്ലോ എന്തൊക്കെയോ സ്വത്തുവകകൾ ആദ്യം ഉണ്ടാകുന്ന പേരക്കുട്ടിയുടെ പേരിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ എഴുതി വെക്കുന്നൊക്കെ പറഞ്ഞ് ശപഥം ചെയ്തിട്ടുണ്ട്. അതെൻ്റെ സുതിമോന് കിട്ടുന്ന ഓർത്തോണ്ട് ഇരുന്നത്, എന്നിട്ടിപ്പം അതും കിട്ടിയില്ലല്ലോ, അവൻ അച്ഛനാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് നല്ലതല്ലേ, അച്ഛനാകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ശ്രുതിക്കല്ലായിരുന്നു ഒരു കുഞ്ഞ് പിറക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതും ശരിയാണ്, എങ്കിലും എൻ്റെ മോന് കിട്ടാനുള്ളത് സാരമില്ല, സച്ചിക്ക് രേവതിക്കും കിട്ടിയില്ലോ, അത് തന്നെ വലിയ ഭാഗ്യം, ഞാൻ
ഞാനോർത്തു സച്ചി രേവതി എല്ലാം കൊണ്ടുപോകാതിരിക്കുന്ന. ശ്രീകാന്തിനും വർഷയ്ക്കും അല്ലേ, അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. ഏതായാലും ഞാൻ അങ്ങ് ഇറങ്ങും അട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദോ നിൽക്കുന്നു അവിടെ നമ്മുടെ ശ്രുതി. ചന്ദ്ര കണ്ടില്ല കേട്ടോ, ഭാമ. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഉണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാം. അവളങ്ങനെ നിന്നെ കണ്ടിരുന്നെങ്കിലോ? അത് പിന്നെ ഞാൻ ആൻറ്റീനെ കണ്ടുകൊണ്ട് മാറി നിൽക്കുമായിരുന്നു. അല്ല, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. ഇപ്പം ആൻറ്റിയുടെ വായിൽ നിന്ന് തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കേട്ടല്ലോ. അല്ല, നീ കേട്ടോ? വർഷ പ്രഗ്നൻ്റ് ആണെന്ന്. ഏതെങ്കിലുമൊക്കെ ഭാഗ്യമുള്ളൊരു പെങ്കൊച്ച് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും ഇളയതായിട്ടും അവൾക്ക് തന്നെ ആദ്യം അമ്മയാകാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖത്തിനൊക്കെ ഒരു വലിയൊരു വൈക്ലഭ്യം. അപ്പോഴത്തേക്കും എന്തു പറ്റി? ഒരു നല്ല കാര്യം അറിഞ്ഞിട്ട് നിനക്ക് സന്തോഷമില്ലേ ശ്രുതി? സന്തോഷമൊക്കെ ഉണ്ട്. അല്ല, ഞാനെന്നാ പോയേക്കുക. ഇനിയിപ്പം ഞാനിവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അറിയാനുള്ളതൊക്കെ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ മനസ്സ് ചിന്തിക്കുക, എന്തൊരു കുശുമ്പുള്ള പെണ്ണാ അവള്. അതുകൊണ്ടാണല്ലോ വർഷ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖം പോയ പോക്ക്. അവളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഭാമയ്ക്ക് മനസ്സിലായിട്ടോ. എന്നാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് ഇറങ്ങി വരികയാണ് രേവതിയും വർഷയും. അപ്പം ശ്രീകാന്ത് ചോദിച്ചു, ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന്? അതെ, കുഴപ്പമില്ല, രണ്ടുപേരും ഓക്കെ. അപ്പം നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല അപ്പം നിന്നെ ഡോക്ടറിനെ കാണിച്ചോ? എന്നെ എന്തിനാ സച്ചിയുടെ ഡോക്ടറിനെ കാണിക്കുന്നത്? എന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വർഷയുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അവരൊക്കെ ആണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് എന്തോ പോലെ ഇപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് വിഷയം മാറ്റി വിടാൻ വേണ്ടി, അതെ ഞാൻ മെഡിസിൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ഞാൻ മേടിച്ചോളാം. വേണ്ട ഏട്ടാ, ഞാൻ മേടിച്ചോളാം. അതെന്താണ് ഞാൻ മേടിച്ചോ കുഴപ്പം? അത് പിന്നെ ഇനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ സച്ചേട്ടനെ ഞാൻ കൊണ്ടുവരത്തില്ല കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഇനി നിന്നെ ആരാ കൊണ്ടുവരുന്നത്? ഇനിയും ഞാൻ രേവതിയെ വരാൻ പോകുന്ന വർഷേനെയും കൊണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷം അങ്ങ് ചിരിക്കുക കേട്ടോ, ഒരു ചെറിയൊരു ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തട്ടിപ്പറിച്ച് അങ്ങ് മേടിച്ചു നമ്മുടെ സച്ചി. ഞാനിപ്പം മെഡിസിൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ സച്ചേട്ടൻ തന്നെ ചെയ്തോളൂ, നീ നോക്കുമൊന്നും വേണ്ടാന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് ചിരിയല്ല ദേഷ്യം വരുന്നത്, കലിയ വരുന്നതെന്നൊക്കെ പറഞ്ഞ് നിപ്പുണ്ട് കേട്ടോ അവിടെ. അതായത് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മീരേനെയും ശ്രുതിനെയാണ്. അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല നീ എന്താ ശ്രുതിയല്ല മീര ചോദിക്കുക, നീ എന്താ ശ്രുതി നേരത്തെ വന്നത്? അത് പിന്നെ നേരത്തെ വന്നത് ഒരു നല്ല വിശേഷമുണ്ട്, നിനക്കറിയാമോ? എന്താ? ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ ശ്രുതി? നീ കളിക്കരുത് കേട്ടോ. അതൊന്നുമല്ല, വർഷ പ്രഗ്നൻ്റാ. വർഷ പ്രഗ്നൻ്റോ? ആള് കൊള്ളാലോടി. വീട്ടിലെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാ. പിന്നെ സന്തോഷം കാണത്തില്ല. ഈ സമയത്ത് ശ്രുതി നീ അവിടെ വേണമായിരുന്നു. ഇപ്പം എല്ലാവരുടെയും ശ്രദ്ധ വർഷയിലായിരിക്കുന്നേ. എല്ലാവരും കുഞ്ഞുണ്ടാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ അങ്ങോട്ട് മുഴുകും. പതിയെ എന്നെ എല്ലാവരും മറക്കും. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിന് ഇപ്പോഴേ നിന്നെ അവർ മറന്നല്ലോടി. പിന്നെന്താ, എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേടി. എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ മീര. എനിക്കവിടെ കയറി പറ്റണം. അതിനെന്തെങ്കിലും ഒരു വഴി വേണം എനിക്ക്. പിന്നെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. എന്ത് ഐഡിയ വരുന്നത്? എന്ത് ഐഡിയ ആണെങ്കിലും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ കേട്ടിട്ട് അങ്ങോട്ട് പറയാം. അതെ, ഞാനും പ്രഗ്നൻ്റ് ആണെന്നങ്ങ് പറഞ്ഞാലോ? അതിന് നീ പ്രഗ്നൻ്റ് അല്ലല്ലോ. കള്ളം പറയണം പ്രഗ്നൻ്റ് ആണെന്ന്. വീണ്ടും കള്ളം. എടി, കള്ളങ്ങളുടെ മേൽ കള്ളം ഇങ്ങനെ പറയാതെ. നിനക്ക് ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റൂ കേട്ടോ, കള്ളം പറയുന്ന വിഷയത്തിൽ. അത് പിന്നെ നീ ഒന്ന് കേക്ക് മീര. ഇപ്പം കുഞ്ഞു വേണ്ടാന്ന് ആദ്യമൊക്കെ പറഞ്ഞതാണ് ശ്രുതിയെ. പക്ഷേ ഇപ്പം കുഞ്ഞു വേണമെന്ന് അവന് ഉണ്ടായിരിക്കും. അതുപോലെ ആൻറ്റിക്കും ഉണ്ട് അവൻ്റെ കുഞ്ഞ് ആദ്യം പിറക്കണമെന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാലേ അവരുടെ മനസ്സ് മാറും, അത് ഉറപ്പാ. കഴിഞ്ഞതെല്ലാം മറന്ന് അവരെന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നല്ല ഐഡിയ ഒക്കെ തന്നെയാണ് നിൻ്റെത്. നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയൊക്കെ ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നുണ, വീണ്ടും നുണ, അത് വലിയ പ്രശ്നമാവില്ലേ? അതുമല്ല, വീട്ടിൽ എത്തിയതിന് ശേഷം നീ എത്ര നാൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കും? നീ കള്ളം പറഞ്ഞതാണ് പ്രഗ്നൻ്റ് അല്ല എന്ന് സത്യം ഒരു തവണ അത് അവർ അറിയുമല്ലേ? അപ്പം നിന്നെ വീണ്ടും ചവിട്ടി പുറത്താക്കില്ലേ ശ്രുതി? അപ്പം വീണ്ടും നീ കള്ളിയാവില്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് അവിടെ കയറി പറ്റണം മീര. അതിനെന്തെങ്കിലും ഒരു വഴി വേണം. പിന്നെ അവിടെ കയറിപ്പറ്റി 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അബോഷനായി എന്നുള്ള ഡ്രാമ കളിച്ചിട്ട് അവരെ അങ്ങ് വിശ്വസിപ്പിക്കാം. അത് അവർ വിശ്വസിക്കുമോ? അത് നിൻ്റെ ആ കള്ളത്തരവും പിടിക്കപ്പെടുമോ? അത് പിന്നെ അവിടെയുള്ളവർ മണ്ടന്മാരല്ല, അതൊക്കെ അവർ വിശ്വസിച്ചോളുന്നേ. അല്ല, നീ പ്രഗ്നൻ്റ് ആണെന്ന് അവരെ എങ്ങനെ അറിയിക്കും? അത് ഞാൻ അതിനിപ്പം വേറെ എന്താ, നമുക്ക് ഭാമിയാറ്റിയോട് പറയാം. അവർ അത് വീട്ടിൽ ചെന്ന് പറഞ്ഞോളും. അപ്പം പിന്നെ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് വരാനേ ശ്രുതിയും ചന്ദ്ര ആൻറ്റിയും തന്നെ വരും, നീ നോക്കിക്കോ.
ആ വർഷയ്ക്ക് മുമ്പേ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ സന്തോഷമാകും. ആദ്യം ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നവർക്ക് അച്ചമ്മയുടെ സ്വത്ത് സമ്മാനമായിട്ട് നൽകുന്നല്ലേ പറഞ്ഞേക്കുന്നത്. വർഷയ്ക്ക് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വത്ത് ഞങ്ങൾക്കല്ലേ എഴുതി തരുന്നത്? അല്ല, അത് ഡെലിവറി കഴിഞ്ഞല്ലേ എഴുതി തരുന്നത്? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും ആ സ്വത്ത് നേരത്തെ എഴുതി മേടിക്കാൻ നോക്കണം. ഓ, ഭയങ്കര ബുദ്ധിയാട്ടോ ശ്രുതി നിനക്ക്. ഇത്രയും ബുദ്ധിയൊക്കെ ഇല്ലെങ്കിലേ ജീവിക്കാൻ പാടാ. അല്ല, നീ ഇപ്പം ഭാമി ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. നേരത്തെ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഭാമി ആൻറ്റി ചോദിക്കില്ലേ? അപ്പം നീ എന്തു പറയും? അപ്പം എന്തു പറയണം? അതിനെന്തെങ്കിലും കള്ളം പറയാന്നേ. കള്ളമാണോ ഇല്ലാത്തത്? അല്ല, എന്ത് കള്ളം നീ പറയും അത് പറ. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പം ഉള്ള കള്ളം എങ്ങനെയും പറയാൻ നോക്കാം. എന്തായാലും എനിക്ക് കയറി പറ്റണം മീരെ, അവിടെ എനിക്ക് കയറി പറ്റണം. ഞാൻ എന്തു പറഞ്ഞാലും ആ മണ്ടി വിശ്വസിച്ചോളും ഭാമയാൻറ്റിയെ. ആ പറഞ്ഞത് ശരിയാ, അതൊരു വെറും മണ്ടി തന്നെയാ. അതുകൊണ്ടാണല്ലോ നീ തന്ന ഏലസ് കൊണ്ടുപോയി ചന്ദ്ര ആൻറ്റിയുടെ കൈ കൊടുത്ത് ശ്രുതിനെ കെട്ടിപ്പിച്ചത്. മണ്ടികളുടെ സംസ്ഥാന സമ്മേളനമാണോ എൻ്റെ പൊന്നു ശ്രുതി ഇവിടെ നടക്കുന്നതെന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ മധുസൂദനെയാണ് കേട്ടോ. ഏതായാലും മധുസൂദൻ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് മഹിമയെ എന്ന് വിളിക്കുകയാണ്. മഹിമ അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മധുസൂദൻ്റെ വീടാണേ. അപ്പം മഹിമ വന്നിട്ട് എന്താ മധുവേട്ടാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇങ്ങ് വന്നേന്ന് മധുസൂദനെ പറഞ്ഞു. അപ്പം മഹിമ ചോദിച്ചു, അല്ല ഇതെവിടെ പോവുക? അത് പിന്നെ ഞാൻ ഒരു സ്ഥലം വരെ പോവുക, അത് സർപ്രൈസാ. മധുവേട്ടൻ വരാത്തത് നന്നായി. ആ വീട്ടിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. ഓ ദേ, അവള് സ്റ്റുഡിയോയിലുണ്ട്, അവിടെ പോയി കണ്ടോ. അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും വരാൻ പറയാം. ആ വീട്ടിലേക്ക് ഇനി ഞാനും പോകുന്നില്ല. അല്ല, എന്താ പറ്റിയത്? എന്തു പറ്റി? ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പം അവർക്കത് പിടിച്ചില്ല. ഓ, അവരെല്ലാവരും കൂടെ എൻ്റെ നേരെ ചാടി കടിക്കാനായിട്ട് വന്നു. നീ എന്താ അവിടെ ചെന്ന് പറഞ്ഞത്? അതാദ്യം കേൾക്കട്ടെ. ഞാൻ അവിടെ ചെല്ലുമ്പം മോള് നല്ല സന്തോഷത്തിലായിരുന്നില്ല. എന്തു പറ്റി? ശ്രീകാന്ത് നിന്നെ വല്ലത് പറഞ്ഞോ എന്നൊന്ന് ഞാൻ ചോദിച്ചു. സച്ചി നല്ല മറുപടി തന്ന് കാണുമല്ലേ അപ്പം മഹിമേ നിനക്ക്. നീ വേറെ എന്താ പറഞ്ഞത്? അതുകൂടെ കേൾക്കട്ടെ. അത് പിന്നെ ഈ വീട്ടിലൊന്നും അടിയും പിടിയല്ലേ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം വേണ്ടേ? അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞു. അല്ല, പിന്നെ നീ എന്താ പറഞ്ഞത്? ഓ, പിന്നെ ഞാൻ എന്ത് പറയാനാ? ഈ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ കാണണം, കൂടെ തന്നെ ഒരാളും വേണം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നീ പറഞ്ഞതൊക്കെ നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മഹിമേ? അത് പിന്നെ ഞാൻ എൻ്റെ മകളുടെ നല്ലതിന് വേണ്ടിയല്ലേ സംസാരിച്ചത്. എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ മകളോട് നീ ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചത് മോശമായി പോയി. അപ്പോൾ അവർ പ്രതികരിക്കും, അവർക്ക് നാക്കില്ലേ? അല്ല, മധുവേട്ടന് ഇത് എന്തു പറ്റി? മധുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരെ ഇൻസൾട്ട് ചെയ്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞത് ശരിയായില്ല. അവർ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നത് ഭാഗ്യം വന്ന് കരുതിയാൽ മതി മഹിമേ. അവരങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവരെ തെറ്റ് പറയാനും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ മധുവേട്ട ഇത്? മധുവേട്ടൻ എന്താ ഒരു മാറ്റം? മധുവേട്ടൻ എന്താ പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മധുവേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. മധുവേട്ടൻ തന്നെയാണോ ഇത് സംസാരിക്കുന്നത്? ആ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അവിടെ ഉള്ളവരെ ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിപ്പിക്കാനും വേണ്ടിയിട്ട് എന്നെ തള്ളിവിടുന്ന ആളല്ലായിരുന്നോ നിങ്ങൾ? എന്നിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താ അവരുടെ ഭാവം ചേർന്ന് സംസാരിക്കുന്നത്? ദേ മഹിമേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഇനി മേൽ അവിടെ ചെന്ന് ഇതുപോലെ സംസാരിക്കരുത്, ഇതുപോലെ പെരുമാറരുത്. മകളെ കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷേ ആ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്, കൊച്ചാക്കരുത്. എന്താ മധുവേട്ട ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പഴയതുപോലെ നീ അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങിയ എൻ്റെ വിധം മാറുന്ന ഞാനീ പറഞ്ഞത്. പിന്നെ മനുഷ്യനായിരിക്കില്ല, മൃഗമായിരിക്കുന്നു. ഇത് കേട്ടത് വീണ്ടും നമ്മുടെ മഹിമയുടെ കണ്ണങ്ങ് തള്ളുകയാണ് കേട്ടോ. എന്താണ് മധുസൂദനം പറയുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നില്ല. അവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്, അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.